A rod bent into an angle is placed with its corner at the center of a circle, and it is found that 1/10 of the circle lies within it. If it is placed with its corner on another circle, what part of the circle would be within it? ഒരു കമ്പി രണ്ടായി മടക്കി അതിന്റെ മൂല ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിന്റെ 1/10, ഇവിടെ ഒരു 1/10 ഉണ്ട് കേട്ടോ. വൃത്തത്തിന്റെ 1/10 ഭാഗം, വൃത്തത്തിന്റെ 1/10 ഭാഗം അതിനുള്ളിൽപ്പെട്ടു. ഇതേ കമ്പിയുടെ മൂല ഏതെങ്കിലും വൃത്തത്തിൽ ചേർത്ത് വെച്ചാൽ ഈ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് അതിനുള്ളിൽ ഉണ്ടാവുക? ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതായത് ഒരു കമ്പി ഇങ്ങനെ വളച്ചിട്ട് അത് വൃത്തത്തിന്റെ സെന്ററിൽ കൊടുന്ന് വെച്ചപ്പോ നമുക്ക് 1/10 ഭാഗം എന്ത് വന്നു? വൃത്തത്തിനകത്ത് വന്നു, അത് കമ്പിക്കുള്ളിൽ വന്നു. ഇനി ഈ കമ്പിയുടെ ഈ മൂല ഇവിടെ വേറെ വൃത്തത്തിന്റെ ഈ അറ്റത്ത് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഭാഗം ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യനില് നമുക്കിവിടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. അഥവാ ഈ ആംഗിൾ ഈ കോണ് കാണണം. നമ്മള് ഈ വൃത്തം ഈ കോൺ എത്ര ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കാണണം. എത്ര ഭാഗം വന്നിട്ടുണ്ട്? 1/10 ഭാഗം വന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു സർക്കിളിന്റെ ആർക്കിന്റെ എത്ര ലെങ്ത് വരുന്നുണ്ടോ അതേപോലെ തന്നെ ആയിരിക്കും കേന്ദ്രകോണും വരിക. അതായത് ആർക്ക് 1/10 ഭാഗം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ ആ ആംഗിളും എന്തായിരിക്കും? 1/10 ഭാഗമായിരിക്കും. എന്തിന്റെ 1/10? 360. കാരണം 360 ആണ് ടോട്ടൽ. അപ്പൊ ആർക്ക് ലെങ്ത് എത്ര ഭാഗമാണോ അതേ ഭാഗം തന്നെ ആയിരിക്കും ആംഗിളും വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 360ന്റെ 1/10 എത്രയാന്ന് കണ്ടാൽ മതി. അപ്പൊ 360 × 1/10 എന്ന് വരും. നമുക്ക് 36 എന്ന് കിട്ടും. 0യും 0യും ക്യാൻസൽ ആയി പോവും. ഇവിടുന്ന് ഈ 0യും ഇവിടുന്ന് ഈ 0യും ക്യാൻസൽ ആയി പോവും. 36 × 1 36. അപ്പൊ ഈ ആംഗിൾ 36 ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ആർക്കിന്റെ ലെങ്ത് എത്രയാണ് കാണേണ്ടത്? അതിന് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സെന്ററിലോട്ട് ഒരു വര വരച്ചിട്ട് ഇവിടെ സെൻട്രൽ ആംഗിൾ കണ്ടെത്തി. സെൻട്രൽ ആംഗിൾ എത്ര ഭാഗമാണോ അത്രയും ഭാഗം തന്നെ ആയിരിക്കും ആർക്ക് ലെങ്ത്തും വരിക. ഇനി നമ്മൾ ഈ സെൻട്രൽ ആംഗിൾ കണ്ടാൽ മതി. നമ്മൾ പഠിച്ച തിയറി പ്രകാരം സർക്കിളിൽ എത്രയാണോ അതിന്റെ ഡബിൾ ആണ് സെന്ററിൽ വരിക. അപ്പൊ സർക്കിളിൽ എത്രയാണ്? ഈ കോണാണ് ഇവിടെ സർക്കിളിലോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 36 ആണ്. അപ്പൊ ഇവിടെ 36 വരും. അപ്പൊ ഇവിടെ എന്ത് വരും? അതിന്റെ ഡബിള് 72 വരും. ഓക്കെ, ഇനി കേന്ദ്രകോണ് എന്ന് പറയുന്നത് 360ന്റെ എത്ര ഭാഗമാണോ അത്രയും ഭാഗം തന്നെ ആയിരിക്കും ആർക്കും വരിക. അപ്പൊ ഈ 72 360ന്റെ എത്ര ഭാഗമാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ 72/360 ചെയ്താൽ മതി. ഓക്കെ, 72/360 ചെയ്യുമ്പോൾ നമുക്ക് 1/5. അപ്പൊ എത്ര ഭാഗം ഉള്ളിൽ വന്നു? 1/5 ഭാഗം, 1/5 പാർട്സ്.